എന്റെ കഴുത്തിലെ താലി എനിക്ക് നഷ്ടപ്പെട്ട ഓരോ പ്രാവശ്യവും ഏതെങ്കിലും ഒരു വിധത്തിൽ തിരിച്ച് എന്റെ അടുത്തേക്ക് മണിക്കൂറുകൾക്കുള്ളിൽ തിരിച്ചു വരുമായിരുന്നു. പക്ഷെ ഇത്തവണ എന്തോ ഇതുവരെയും താലി എന്റെ അടുത്ത് എത്തിയിട്ടില്ല. ഈ ഗ്രാമത്തിൽ എവിടെയോ മറന്നുപോയി എന്നുള്ള വിശ്വാസത്തിലാണ് ഞാൻ വന്നത്. പതിനൊന്ന് തേങ്ങകൾ ഞാൻ ഒടിക്കുന്നതിനുള്ളിൽ എന്റെ താലി നീ എനിക്ക് തിരിച്ചു തരണേ അമ്മേ. നമ്മുടെ കല്യാണം ഒരു തടസ്സവും ഇല്ലാതെ നടക്കണമെന്ന് പ്രാർത്ഥിച്ചോ അവണി. തുടങ്ങിക്കോ. നിങ്ങൾ കാറിലിരുന്നോളൂ, ഞാൻ പ്രാർത്ഥിച്ചിട്ട് പൂജയൊക്കെ കഴിഞ്ഞ് വന്നോളാം. നീ ഇതൊക്കെ നമുക്ക് വേണ്ടി ചെയ്യുന്നതാണെന്ന് എനിക്ക് മനസ്സിലായി. ഞാൻ ഇവിടെ നിന്നോളാം. എന്തെങ്കിലും ആവശ്യം വന്നാൽ ഞാൻ സഹായിച്ചോളാം. നീ പ്രാർത്ഥിച്ചോ. എന്താ നിർത്തിയത്? ഇത് അവസാനത്തെ അല്ലേ? തുടക്ക്. വന്ന കാര്യം അങ്ങ് പൂർത്തിയാവില്ലേ? ഇത് അവസാനത്തെയാണ്. അതായത് ഇത് അവസാനത്തെ പ്രതീക്ഷയാണെന്ന് അർത്ഥം. എന്റെ ഏട്ടൻ എന്റെ മാത്രം സ്വന്തമാവണം. മറ്റാരുടെയും ഭർത്താവായി മാറരുത്. എന്റെ ജീവിതത്തിലേക്ക് മറ്റൊരാൾ വരാൻ പാടില്ല. എന്റെ താലി എനിക്ക് ദയവ് ചെയ്ത് തിരിച്ചു തരണേ അമ്മേ. ഞാൻ ഈ ഗ്രാമത്തിന് ഒരുപാട് നന്മ ചെയ്തിട്ടുണ്ട്. അന്നപൂർണ്ണ ദേവിയുടെ പ്രസാദം ഉണ്ടാക്കിയിട്ടുണ്ട്. ഇവിടെ ഈ ഗ്രാമത്തിൽ വെച്ച് നടന്ന ഓരോ ഉത്സവങ്ങളിലുമായി എന്റെ സ്വഭാവം എന്താണെന്ന് നിനക്ക് മനസ്സിലായി കാണും. എന്നോട് നീതി കാണിക്കണം. എന്തിനാ ഇത്ര നേരം ആലോചിക്കുന്നേ? പെട്ടെന്നായിക്കോട്ടെ. പത്ത് തേങ്ങയും പൊട്ടി. 11ാമത്തെ തേങ്ങ മാത്രം പൊട്ടാതെ അമ്മയുടെ മുന്നിൽ പോയി നിന്നു. അപ്പം അതിനെന്തെങ്കിലും ഒരു കാരണം ഉണ്ടാകും. ഈ ഗ്രാമത്തിലെ അമ്മക്ക് ഒരുപാട് സിദ്ധികളുണ്ടെന്നാണ് ഞാൻ കേട്ടത്. ഇതിപ്പോൾ എന്താണാവോ? പെട്ടെന്നെടുത്ത് അതും ഉടച്ചേക്ക്.
എന്താ ആലോചിക്കുന്ന അവണി? വാ. അമ്മേ, എന്റെ വേദന മനസ്സിലാക്കി എന്റെ താലി നീ എനിക്ക് തിരിച്ചു തന്നല്ലോ. നിനക്ക് ശതകോടി വന്ദനങ്ങൾ അമ്മേ. അവന്റെ മുന്നിൽ വെച്ച് എനിക്ക് താലി എടുക്കാൻ കഴിയില്ല. നീ എനിക്ക് എന്തെങ്കിലും ഒരു വഴി കാണിച്ചു തരണം. അവിടെ തന്നെ നിന്നു പോയതെന്താ? എന്തു പറ്റി അവണി? എന്തെങ്കിലും പ്രശ്നമുണ്ടോ? ഒന്നുമില്ല. എന്നാ വാ. ആ, നിഹാരികയാ ഫോണില്. പറ നിഹാരിക. അവിടെ എത്തിയായിരുന്നോ? ആ, ഇപ്പൊ എത്തിയേ ഉള്ളൂ. അവൻ ഇവിടുത്തെ അമ്മയുടെ മുമ്പിൽ പൂജ ചെയ്തോണ്ടിരിക്കുക. അവനെ എന്തായാലും ഒന്ന് ശ്രദ്ധിച്ചോ. എന്തെങ്കിലും കാണിച്ചു കൂട്ടിയാ നിന്നെ കുറിച്ച് എല്ലാം അവൾ അറിയും. നോ വേ, അവളൊന്നും അറിയാൻ പോകുന്നില്ല. ഏതോ പുരാതന കാലത്ത് ജീവിക്കുന്ന പോലെ 11 തേങ്ങയടച്ച് എന്തൊക്കെയോ ചെയ്യുന്നുണ്ട്. അവൾക്ക് ജീവിതം എന്ന് വെച്ചാൽ അത്രേ ഉള്ളൂ. ഇതൊന്നും എനിക്ക് ഒട്ടും ഇഷ്ടമല്ലെങ്കിലും സഹിച്ചല്ലേ പറ്റൂ. ഞാൻ എന്ത് വിശ്വാസത്തിലാണ് ഇങ്ങോട്ടേക്ക് വന്നത്, ആ വിശ്വാസം നീ സത്യമാക്കി. ഒരുപാട് സന്തോഷമായി അമ്മേ, ഒരുപാട് സന്തോഷമായി. അവനി അവനി ശ്രീകറിന്റെ സ്വഭാവം കണ്ടിട്ട് കഴിഞ്ഞതൊക്കെ ഓർമ്മ വന്നെന്ന് തോന്നുന്നുണ്ട് നിഹാരികെ. ഇല്ലെങ്കി ആവനീന്ന് പറഞ്ഞ് അലറുന്ന എന്തിനാ? പ്രതിമ പോലെ ഇവിടെ തന്നെ നിൽക്കുന്ന എന്താ? പോയി ചോദിക്കേ. ചെല്ല്. ശ്രീകരേട്ടാ, ശ്രീകരേട്ടാ, എന്തു പറ്റി? എന്തിനാ ഏട്ടൻ എങ്ങനെയൊക്കെ പറയുന്നേ? എന്തിനാ ഇങ്ങനൊക്കെ പറയുന്നതെന്നല്ല, എന്തിനാ ആവനി എന്ന് പറഞ്ഞെന്ന് ചോദിക്കേ. എന്തിനാ ആവനി എന്ന് പറയുന്നത്? ശ്രീകർ, എന്തു പറ്റി മോനെ? കഴിഞ്ഞ എന്തെങ്കിലും ഓർമ്മ വന്നോ? അതുകൊണ്ടാണോ അവനിന്ന് വിളിച്ചത്? ഞാൻ ആവനെന്ന് വിളിച്ചെന്നോ? പിന്നെ ഞങ്ങളൊക്കെ ഇങ്ങോട്ട് ചുമ്മാ വന്നെന്ന് നീ വിചാരിച്ചോ? ആവനി എന്ന് റൂഫ് പൊട്ടുന്ന പോലെ വിളിച്ചത്. നീ ആഗ്രഹിച്ചതുപോലെ ഒന്നും നടക്കില്ലല്ലോ നിഹാരിക. ഒന്ന് പോയേ.
അളിയന് സത്യമായിട്ട് മെമ്മറി ലോസ് വന്നിട്ടുണ്ടോ, അതോ ലോസ് ആയതുപോലെ അഭിനയിക്കുവാണോ എന്നൊന്നും എനിക്ക് മനസ്സിലാവുന്നില്ല. എന്താ നീ പറയുന്നത് പൃഥ്വിരാജ്? അത് ഞാൻ ചുമ്മാ പറഞ്ഞതാ. ശ്രീകർ, എന്താ ഉണ്ടായത് മോനെ? എന്താണെന്ന് അറിയില്ല. എനിക്ക് പെട്ടെന്നെന്തോ അവനെ ഓർമ്മ വന്ന പോലെ തോന്നി. അതുകൊണ്ട് ഞാൻ പോലും അറിയാതെ എന്തെങ്കിലും പറഞ്ഞായിരിക്കും. ഭഗവാനെ, അപ്പൊ ഒന്നും ഓർമ്മ വന്നിട്ടില്ലെന്ന് സാരം. ഈ ടെൻഷനൊക്കെ സഹിച്ചുകൊണ്ടിരിക്കാൻ എന്നെ കൊണ്ട് കഴിയില്ല. മോൻ കുറച്ച് വെള്ളം കുടിക്കും മോനെ. ദാ മോളെ, ഇപ്പോ മോനൊട്ടും വയ്യാതിരിക്കുന്നതല്ലേ, അതുകൊണ്ടാ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെയൊക്കെ സംഭവിക്കുന്നത്. പകൽ സ്വപ്നം കാണുന്നതും മോന് പഴയതൊക്കെ ഓർമ്മ വരുന്നത് വരെ ചെറിയ ചെറിയ പ്രശ്നങ്ങള് ഇങ്ങനെ വന്നുകൊണ്ടേയിരിക്കും. ഞാനാണെങ്കിൽ പെട്ടെന്ന് നിനക്കെല്ലാം ഓർമ്മ വന്നെന്നാ കരുതിയത്. എന്നാലും ഈ വീട്ടിൽ ഇത്രയും പേരുണ്ടായിട്ടും അളിയൻ ആവനി എന്ന് തന്നെ വിളിക്കാനുള്ള കാരണം എന്താ? അമ്മ എന്ന് വിളിക്കായിരുന്നു, അച്ഛാന്ന് വിളിക്കായിരുന്നു, അളിയാ എന്നും വിളിക്കായിരുന്നു. ഞങ്ങളെ ആര് നിനക്ക് ഓർമ്മ വന്നില്ലേ? അതവൻ അറിഞ്ഞുകൊണ്ട് സംഭവിച്ചതല്ലല്ലോ പൃഥ്വിരാജ്. ശ്രീകർ മനഃപൂർവ്വം ചെയ്തതല്ല. അങ്ങനെയാണോ അച്ഛാ? ആണ്. അവനിയുടെ കല്യാണകാര്യത്തെക്കുറിച്ച് നമ്മളിപ്പോ ഒരുപാട് സംസാരിക്കാറില്ലേ, അതുകൊണ്ടായിരിക്കും അവനിയെ പെട്ടെന്ന് ഓർമ്മ വന്നേ. ചിലപ്പോ അതായിരിക്കും. നമുക്കൊന്ന് അകത്തേക്ക് പോയി റെസ്റ്റ് എടുക്കാം. വാ മോനെ, വാ. ഒരു മിനിറ്റ് നിക്കമ്മേ. ശ്രീകരേട്ടാ, 6-ാം തീയതി നമ്മുടെ കല്യാണോ? അത് ഓർമ്മയുണ്ടോ? ഒന്നും അറിയാത്ത പോലെ ഇങ്ങനെ നോക്കുന്ന എന്താ? ഇനിയിപ്പൊ അവൻ അതെങ്ങാനും മറന്നുപോയോ? പറയേ ശ്രീകരേട്ടാ. ഓർമ്മയുണ്ട് നിഹാരിക, ഞാൻ എങ്ങനെ മറക്കാനാ? ഏട്ടൻ ഇങ്ങനെ പെട്ടെന്ന് ഓരോന്ന് ചെയ്യുന്നത് കാണുമ്പോ, പ്രതീക്ഷിക്കാത്ത വിധത്തിൽ ഇങ്ങനെ റിയാക്ട് ചെയ്യുമ്പോ ഞങ്ങൾക്ക് പേടിയാവുന്നു. അപ്പൊ 6-ാം തീയതി തന്നെ കല്യാണം നടക്കുമെന്ന് സാരം. നിങ്ങൾ എന്തിനാ 6-ാം തീയതിയെ കുറിച്ച് ഇത്രമാത്രം ടെൻഷൻ ആവുന്നേ? ആ ഡേറ്റ് നിഹാരികയ്ക്ക് ജീവൻ മരണ പോരാട്ടമായി മാറിയിട്ടുണ്ട്. അത് എങ്ങനെയാണ്? അയ്യേ, അങ്ങനെയൊന്നുമില്ലച്ചാ. പുതിയ വസ്ത്രങ്ങൾ വാങ്ങിക്കണം, പിന്നെ കല്യാണത്തിനുള്ള ഷോപ്പിംഗ് ഒക്കെ നടത്തണം. അതുകൊണ്ടാ. നടക്കേണ്ടതൊക്കെ കൃത്യസമയത്ത് നടക്കേണ്ട പോലെ നടക്കും. അതിനെക്കുറിച്ചൊന്നും നിങ്ങൾ ഒരുപാട് അങ്ങോട്ട് ആലോചിക്കണ്ട. വാമുനെ, പാവം നിഹാരികയ്ക്ക് ഇപ്പോ ഹാർട്ട് അറ്റാക്ക് വന്നേനെ. മരണത്തിൽ നിന്ന് രക്ഷപ്പെട്ട പോലെ ഉണ്ട് ഇപ്പൊ. ആദ്യം കുറച്ച് വെള്ളം കുടിക്കേ, അല്ലെങ്കിൽ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയിട്ട് കുത്തിവെച്ച് രക്തമെടുക്കേണ്ടി വരും. അവനി, പറഞ്ഞോളൂ. നീ ആഗ്രഹിച്ചതുപോലെ ആ ഗ്രാമത്തിൽ കൊണ്ടുപോയി നിന്റെ പ്രാർത്ഥനയെല്ലാം തീർന്ന ശേഷം തിരിച്ച് വീട്ടിലേക്ക് പോവുക നമ്മള്. നീ ശരിക്കും ഹാപ്പി അല്ലേ? ഞാനൊരു നല്ല കുട്ടിയാണല്ലേ? ആഗ്രഹങ്ങൾ നിറവേറ്റി തരുന്ന ഒരു ഭർത്താവ് സന്തോഷമുള്ള ഒരു കാര്യമല്ലേ എന്നാ എൻ്റെ ചോദ്യം. നിന്നെപ്പോലൊരു വൃത്തികെട്ടവനെ ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല. ഞാൻ നല്ലവനാണെന്ന് എന്നെക്കുറിച്ച് നീയല്ലേ പറയണ്ടേ? എൻ്റെ ബാഡ് ലക്ക് എന്താണെന്നോ അത് ഞാനാ പറയുന്നത്. അങ്ങനെയാണെങ്കിൽ സമയം നോക്കിയിട്ട് ഞാൻ പറയുന്നത് വരെ കാത്തിരിക്കണം. എന്തിനാ ധൃതി കാണിക്കുന്നത്? ഓക്കെ അവനി, നീയായിട്ട് അത് എന്നോട് പറയുന്നത് വരെ വെയിറ്റ് ചെയ്തോളാം. ഓക്കെ? എന്റെ നാത്തവും കാരണം എന്റെ ജീവിതത്തിൽ ഒരുപാട് മാറ്റങ്ങൾ വരുമെന്നാ വിചാരിച്ചേ. ഇങ്ങനെ പെരുവഴിയിലാവുമെന്ന് വിചാരിച്ചില്ല. നാണമില്ലേടാ നിനക്ക്? അയ്യോ, തെറ്റിദ്ധരിക്കല്ലേ ചേച്ചി. പിന്നെ എന്തിനാ വിളിച്ചത്? കല്യാണം കഴിഞ്ഞതാണോ? കഴിഞ്ഞതാ.
എന്നിട്ട് കഴുത്തിൽ താലിയുണ്ടോ? നിങ്ങളോട് ചോദിക്കുന്ന താലിയുണ്ടോന്ന്? നിങ്ങളാരാ? എന്തിനാണ് തല്ലിയത്? ഇവളുടെ കെട്ടിയോനാ. കെട്ടിയോനാകുമ്പോ താലി കെട്ടി കാണുമല്ലോ. ഇതാ താലി. ഒരു ക്ലാരിറ്റിക്ക് വേണ്ടി ചോദിച്ചാ ബ്രദർ. നിങ്ങൾ പൊയ്ക്കോളൂ. ഏതെങ്കിലും ഭ്രാന്തനായിരിക്കും. നീ വാ പോ. ഭ്രാന്ത് ഞാനും തമ്മില് ഇത്ര അടുത്താ നിക്കുന്നേ. എന്തിനാ നിർത്തിയത്? വല്ലാത്തൊരു ദാഹം പോലെ. വാട്ടർ ബോട്ടിൽ വാങ്ങിയിട്ട് വരാം. വീടിനടുത്ത് എത്തിയല്ലോ നമ്മള്. വീട്ടിൽ ചെന്നിട്ട് കുടിച്ചാ പോരെ? എത്തിയെന്നോ? ഇനിയും കുറെ ദൂരമുണ്ട്. ഒറ്റ മിനിറ്റിൽ വന്നേക്കാം. നീ ഇവിടെ ഇരുന്നോ. കള്ളുകൂടിയ നാറി. അതിനു വേണ്ടി അവനിപ്പോ പോകുന്നേ. ഹലോ, ഒരു വാട്ടർ ബോട്ടിൽ. ഞാൻ ആവണിയെ കല്യാണം കഴിക്കാൻ പോവാ. ഇവനല്ലേ ലവൻ? ലവനാണ് ഇവൻ. ഹലോ ബ്രദർ. ഹേ ബ്രദർ. താനോ? ഞാൻ തന്നെ ബ്രദർ. അകത്താരാ ബ്രദറെ? അവനി പുറത്തേക്ക് വാ. നിന്നോടാ പറഞ്ഞത്, വാ പുറത്ത്. നീ എന്താടി ഇവന്റെ കൂടെ നടക്കുന്നേ? നരസിംഹം, എന്നെ പ്രാന്ത് പിടിപ്പിക്കല്ലേ. നിന്റെ പണി നോക്കിപ്പോ. നിങ്ങൾ പൊട്ടനായി പോയില്ല ബ്രദർ. നിങ്ങൾക്ക് ഒന്നും അറിയില്ല. ഒന്ന് വെയിറ്റ് ചെയ്യാം അവിടെ. ഈ ഡബിൾ ഗെയിം എന്തിനാവനി? ഞാൻ എന്താ ചെയ്തേ? അമ്പടാ, നീ ഒന്നും ചെയ്തിട്ടില്ല. പാവം, ഒന്നും അറിയാത്ത പിഞ്ചു ആവ. എന്താ നിങ്ങളുടെ പ്രോബ്ലം? അവനെ നീ എന്ത് ചെയ്യാനാ പരിപാടി? അവനാരാ? ഇതിനു മുമ്പ് അവനിയുടെ കഴുത്തിൽ താലി കെട്ടിയ ആള്. അവനിയുടെ കഴുത്തിൽ ആദ്യമായിട്ട് താലി കെട്ടാൻ പോകുന്നത് ഞാനാ. അതെല്ലാം വെറും തോന്നല. ദുബായിലൊക്കെ സെറ്റിലാന്നല്ലേ നീ പറഞ്ഞത്? പക്ഷേ ഒരു തേങ്ങ അറിയാതെ വന്ന് നിൽക്കുക. സൂക്ഷിച്ച് സംസാരിക്കണം നരസിംഹം. അവളുടെ കഴുത്തിൽ താലി ഉണ്ടോ ഇല്ലയോ എന്ന് ഇപ്പൊ തന്നെ ഞാൻ നിനക്ക് കാണിച്ചു തരാം.